ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നോ കോണ്ടാക്റ്റിലുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായി ശ്രമിക്കുക. റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. ഓക്കെ, സ്കിസോഫ്രീനിയ, റിസെപ്റ്റിവിറ്റി, പാർട്ടിസിപ്പേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ട്രാവലിംഗ്, ഗോയിങ് വിത്ത് ദ ഫ്ലോ, ടോട്ടാലിറ്റി, playfulness, exhaustion, stress, thunderbolt, new vision, guilt, the fool, breakthrough, nothingness and courage. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഒരു സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യം എന്താണോ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുമായിട്ട് ആ കണക്ഷൻ കട്ട് ചെയ്ത് നിൽക്കുന്ന, ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ലോങ് ആയിട്ടുള്ള നോ കോൺടാക്റ്റ് പീരീഡ് ആയിരിക്കാം, ചിലർക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, അങ്ങനെ പോകുന്നൊരവസ്ഥയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനവർക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവരുടെ ഒരു മൈൻഡ് സെറ്റിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ട്. അതുപോലെ തന്നെ ടെൻഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള എനർജീസ് വളരെ കയറി നിൽക്കുന്നുണ്ട്. ഒരു ഇൻഡിസിഷൻ മൈൻഡ് എനർജി, അതൊക്കെ നമുക്കിവിടെ കാണാം. അതായത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്, അല്ലെങ്കിൽ ഭയങ്കര വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ പോകുന്ന ഒരു പേഴ്സൺ അല്ല. തീർച്ചയായിട്ടും ഒരുപാട് ഡിസ്റ്റർബൻസസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും അതിൽ നിന്നൊക്കെ എണീറ്റ് മുന്നോട്ട് പോകാനായിട്ട് അവർ ട്രൈ ചെയ്തിരുന്നു എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഇവിടെ തന്നെ കാണാം ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജി. അതായത് പോകുന്ന പോലെ പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ഹാർഡ്ഷിപ്സ് ഉണ്ടെങ്കിലൊക്കെ പോകാനായിട്ട് ഈ പേഴ്സൺ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ ഒരു റിസെപ്റ്റിവിറ്റി എനർജി കാണാം. അതായത് മാക്സിമം കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിസോഫ്രീനിയ പോലെ ആ ഒരു ഇൻഡിസിഷൻ മൈൻഡ്, അങ്ങനെയുള്ള ആ ഒരു എനർജീസ് നമുക്ക് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഇവരുടെ ഒരു ജോലിയിലുള്ള ടെൻഷൻസ് കാര്യങ്ങളും കാണാം. ഫാമിലിയുള്ള പേഴ്സൺ ആണെങ്കിൽ അതിനകത്ത് ടെൻഷൻ ഉണ്ടാവാം, അങ്ങനെ എന്തോ ആവാം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിനകത്തും ഒരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം പൊരുത്തപ്പെട്ട് പോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോവും. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ട് ചില കാര്യങ്ങൾ ഓക്കെ ആവുന്നില്ല, അല്ലെങ്കിൽ എന്തോരം നമ്മൾ എഫേർട്ട് ഇട്ടിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നൊക്കെ വരുമ്പോൾ പലവരും മാനസികമായിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്ക് പോകാറുണ്ട് എന്ന് പറഞ്ഞൊരവസ്ഥ നമുക്ക് ഇവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ആക്റ്റീവായിട്ട് ഈ ഒരു പേഴ്സൻ്റെ കരിയറിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും പിടിച്ച് നിൽക്കാനായിട്ട് അത്രയും ആ ഒരു ഫയർ എനർജീസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതെല്ലാം ഇവിടെ ഈ ഒരു പേഴ്സൺ പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ ചില പുതിയ കാര്യങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ടാവാം, പുതിയ കാര്യങ്ങൾക്കായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവാം. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോയിൻറ്റ് വെഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോയി ചേർന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴായിരിക്കും നിങ്ങളിൽ നിന്ന് ഒന്ന് അകന്ന് മാറിയത്. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ കാര്യവും സംഭവമൊക്കെ വരുമ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും അതിനകത്തൊന്നും ഒരു പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് കാണാനായിട്ട് കഴിയുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ഈ ഒരു എക്സോഷൻ എനർജി, അതുപോലെ സ്ട്രെസ് എനർജിയൊക്കെ വളരെയധികം മാനസിക സമ്മർദ്ദം, പ്രഷർ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദമായിരിക്കും. അതെല്ലാം ഈ ഒരു പേഴ്സണിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടോ അതവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് ഈ ഒരു പേഴ്സൺ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഏത് കാര്യത്തിന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വിചാരിച്ച രീതിയിലൊരു റിസൾട്ട് വരുന്നില്ല. ഇങ്ങനെയുള്ള എനർജീസും നമുക്ക് കാണാനായിട്ട് കഴിയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ്സിന് ശേഷം നമുക്ക് ഈ ഒരു തണ്ടർ ബോൾട്ട്, അതുപോലെ ന്യൂ വിഷൻ ആൻഡ് ഗിൽറ്റ് എനർജീസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ രീതിയിലുള്ള ഒരു തകർച്ച, അല്ലെങ്കിൽ വിചാരിച്ച പോലെയുള്ള രീതിയിൽ കാര്യങ്ങൾ പോവാത്തൊരവസ്ഥയായിരിക്കാം. ഒരുപാട് പ്രതീക്ഷയായിട്ട് കെട്ടിപ്പൊക്കിയ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തകർന്നു പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഇപ്പോൾ തന്നെ പോകുന്ന ആൾക്കാരായിരിക്കും. ചിലവർ ഇതിനെ കുറച്ച് മുൻപിലുള്ള രീതിയിൽ പോയിട്ടുള്ളവരായിരിക്കാം. ചിലരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്തുള്ള പല സ്റ്റേജസും നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇനിയായിട്ട് കടന്നു വരാനായിട്ട് പോകുന്ന ചില കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ചില തിരിച്ചറിവുകൾ ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മുടെ ലൈഫിൽ ചില പാഠങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയുള്ള ആ ഒരു എനർജീസ് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. ഈ പറഞ്ഞ എനർജിക്ക് ശേഷമാണ് ഈ ഒരു ഗിൽറ്റ് വന്നിട്ടുള്ളത്. അതായത് തീർച്ചയായിട്ടും അവർക്കൊരു കുറ്റബോധം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മേ ബി നിങ്ങളോട് തന്നെ ആയിരിക്കും, കാരണം നിങ്ങളുടെ പേഴ്സൺ എനർജി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെ ഇവിടെ കൂടുതലായിട്ടും കയറി വരികയുള്ളൂ. അപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില എക്സ്പീരിയൻസസിൽ നിന്ന് തന്നെ അവർക്ക് നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ ശരിയായില്ലെന്നായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ ചിലപ്പോൾ ഇപ്പോഴായിരിക്കാം ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഗണന തരാതിരിക്കുന്ന ഒരു സമയത്തൊന്നും അത്രയും അതിനെക്കുറിച്ചൊന്നും ഡീപ്പായിട്ട് ചിന്തിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ലൈഫിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ കയറി വരുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സ് എന്തായിരുന്നു എന്ന് സ്വയം റിയലൈസ് ചെയ്യാനായിട്ട് കഴിയും എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജി കൂടിയാണത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കാണാനായിട്ട് കഴിയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എത്രയൊക്കെ അവരുടെ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എത്രയൊക്കെ ലൈവായിട്ട് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു പേഴ്സൺ അത് കഴിയുന്നില്ല. ആ ഒരു ഡൗൺ എനർജിയിലേക്ക് പോരുന്നു എന്നുള്ളതാണ്. മാക്സിമം ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ചില സിറ്റുവേഷനൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കുത്തിയിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റി തന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലല്ല, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ലൈവായിട്ട് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് എന്തുകൊണ്ടോ അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ ശ്രമിക്കാഞ്ഞിട്ടല്ല, അവർക്ക് അതിന് കഴിയുന്നില്ല. ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ഒരു സിറ്റുവേഷനൊക്കെ ക്രോസ് ചെയ്ത് പൊക്കോളാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചിന്തിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കിപ്പോൾ പതിയെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് ഒക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും അറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗിൽറ്റ് എനർജിക്ക് ശേഷം വന്നിരിക്കുന്നത് ഫൂൾ എനർജിയാണ്. അതായത് വളരെയധികം കുറ്റബോധം, സങ്കടം, റിഗ്രറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ നെക്സ്റ്റ് ഒരു ഫുൾ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ആണ്, അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും വരാനുള്ള ഒരു ആഗ്രഹമായിരിക്കും. ഇവിടെ ബ്രേക്ക് ത്രൂ എനർജി ആണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഈ പറയുന്ന എനർജീസ് എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം തൊട്ടുള്ള ഇതുവരെയുള്ള കാർഡ്സ് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ വളരെയധികം ലൈവായിട്ട് നിൽക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എഫേർട്ട് ഇട്ട് നിൽക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു സ്ട്രെസ്സ്, എക്സോഷൻ, അല്ലെങ്കിൽ ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് എല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ ഈ ലാസ്റ്റ് സെറ്റിലേക്ക് നമ്മൾ വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആ ഒരു രീതിയിലേക്കുള്ള ആ ഒരു ഇമോഷൻസ് പോകുന്നത് നമുക്ക് കാണാം, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ ആ ഒരു രീതിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കും. കാരണം അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഉപബോധ മനസ്സ് തന്നെ അവരെന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അംഗീകരിക്കാനായിട്ട് വളരെയധികം ടൈം എടുക്കും. കാരണം ആദ്യമേ നമ്മൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾ ചെയ്തു പോയത് തെറ്റാണെന്നും, അല്ലെങ്കിൽ നമ്മളെ ഒരു വ്യക്തി അങ്ങനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തന്നെ സ്വയം ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരെയാണോ നമ്മൾ ഹേർട്ട് ചെയ്തത് അവരോട് അത് പറയാനും അല്ലെങ്കിൽ സോറി പറയാനൊക്കെ നമുക്ക് തോന്നുള്ളൂ. അതിന് പകരമായിട്ട് സ്വയം ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മേ ബി അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിന്നത് എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ചിലപ്പോൾ അവരുടെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞ് വാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ സ്വയം കൺസിഡർ ചെയ്തൊരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ പറയുന്ന പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് നമ്മൾ പോലും അറിയാതെ കിടക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആവാതിരിക്കുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സൺ, ആ ഒരു വ്യക്തിയോട് ഞാൻ ചെയ്ത കാര്യം ശരിയല്ല, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കർമ്മയാണോ ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ള തോന്നൽ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു എനർജീസും കൂടി നമുക്കിവിടെ ഓൾറൗണ്ടായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന രണ്ട് എനർജീസ് എന്ന് പറയുന്നത് ഈ ഒരു നത്തിങ്നെസ് ആൻഡ് കറേജ് ആണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്, ആ ഒരു പുതിയ തുടക്കം നമുക്കിവിടെ കാണാം. ഒരുപാട് ആ ഒരു കല്ലുകൾക്കിടയിൽ നിന്നാണ് ഒരു ചെടി മുളച്ച് വരുന്നത്, ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ. അതായത് ആ ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ ആ ഒരു ഡാർക്ക്നെസ്, ഇരുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വെളിച്ചം, ആ ഒരു വെളിച്ചത്തിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രമിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഒക്കെ അവരുടെ ഒരു ലൈഫിൽ വരാൻ തുടങ്ങിയതുപോലെ ആ ഒരു പേഴ്സണ് തോന്നുന്ന ഒരു അവസ്ഥയിലാണ് നമുക്കിപ്പോൾ ഇത് കാർഡ്സ് വന്ന് നിൽക്കുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ കുറച്ചധികം ഹാർഡ്ഷിപ്സിലൂടെ പേഴ്സൺ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഫിസിക്കലി ഉള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് മാനസികമായിട്ട് നല്ലതുപോലെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. ഹാപ്പി ആവാനായിട്ടൊക്കെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഫലം കാണാതെ പോയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിവിടെ കണ്ടതുപോലെ അവർക്ക് ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും, നിങ്ങളോടാണെന്നുണ്ടെങ്കിലും ആ ഒരു ചെയ്ത കാര്യങ്ങൾ ശരിയായില്ല എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കയറി വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റുവേഷനാണ് എടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും സിറ്റുവേഷൻ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഒക്കെ ഒരു നിങ്ങളോടുള്ള ഒരു, അല്ലെങ്കിൽ ഇവരുടെ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അവരുടെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളതും കൂടി എടുത്തു നോക്കാം. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്, 5 of wands, page of pentacles, ace of cups, 5 of cups, 10 of cups, 6 of cups, 6 of wands. ഇനിയിപ്പോൾ നമ്മൾ വേറെ കാർഡ്സ് ഒന്നും എടുക്കേണ്ട പ്രത്യേകിച്ച് ആവശ്യം പോലും ഇല്ല. നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു 6 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയധികം ഈ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷനിൽ എടുത്തപ്പോൾ പോലും കണ്ടതാണ്, ആ ഒരു വ്യക്തിക്ക് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം കുറ്റബോധം തോന്നുന്നു, വീണ്ടും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അത് അത്രയും നമ്മളൊന്നുകൂടി ഒരു കൺഫർമേഷൻ നല്ല രീതിയിലാണ് ഇതും കൂടി എടുത്തത്. ഇവിടെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ രണ്ട് എനർജീസും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇത് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. ഇതാണെങ്കിൽ ആ ഒരു നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. അതായത് ആ ഒരു കപ്പ് ഓഫ് ലവും കൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. ഇതാണെന്നുണ്ടെങ്കിലും ആ ഒരു 6 ഓഫ് വാൺസ് എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു വിക്ടറിയാണ്. അതാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും വന്നിട്ടുള്ളത് തന്നെ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സ്ട്രഗിൾസ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ നല്ലതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കാം. പക്ഷെ അതൊന്നും ഈ ഒരു പേഴ്സണ് അത്ര കാര്യമായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ വകവയ്ക്കാനായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. ഇവിടെ നമുക്കത് കാണാം. ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും നഷ്ടപ്പെട്ടതിന് ഓർത്തൊരു ദുഃഖിക്കുന്ന ഒരവസ്ഥ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയധികം ഈ ഒരു പേഴ്സൺ ആ ഒരു മിസ്സിങ് ഫീലിംഗ്, ആ നഷ്ടബോധമൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഒരുപക്ഷെ ഭയങ്കരമായിട്ട് നിങ്ങളെ ആ ഒരു മിസ് ചെയ്യുന്നത് കൊണ്ടും, നമ്മൾ പറഞ്ഞതുപോലെ ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടും, അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള ചില ഇൻസിഡൻസിൽ നിന്ന് പാഠം പഠിച്ചതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ അത്രയധികം നിങ്ങളോടുള്ള ഈ ഒരു മിസ്സിങ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള രണ്ട് എനർജീസ് ആണെന്നുണ്ടെങ്കിലും
ഈസ് ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അത്രയധികം ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ്, ഫുൾഫിൽമെൻ്റ് ഒക്കെ തോന്നുന്ന തരത്തിലുള്ള എനർജീസാണ്. അത്രയും പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന് പറയാം. അപ്പോൾ ആ ഒരു കപ്പ് ഓഫ് ലവ് ഇവിടെ നമുക്ക് കാണാം. ആ ഒരു ഫൗണ്ടനിൽ നിന്ന് താഴേക്ക് വീഴുന്നത് പോലെ അത്രയധികം നിങ്ങളോട് ആ ഒരു പേഴ്സണ് സ്നേഹം തോന്നുന്നു എന്നുള്ളതാണ്. അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് ഈ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപാട് ഈ ഒരു വ്യക്തി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ഈ ഒരു പേഴ്സണ് മനസ്സ് നിറഞ്ഞ് നിങ്ങളോട് ഉണ്ടായിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടി കൊണ്ടായിരിക്കും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രയും വേഗം റീസ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് അവിടെ ഒരു ഫുൾ എനർജിയും കൂടി കിട്ടിയത്, ന്യൂ ബിഗിനിങ്. ഒട്ടും അവർ കൂടുതൽ ഒരു കാര്യത്തിനെക്കുറിച്ചും കൺസേൺ ആവാതെ വേഗം ഇതിലേക്ക് വരണം എന്നുള്ള ഒരു എനർജിയും കൂടി നമുക്കവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കിവിടെ ലാസ്റ്റ് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു ആക്ഷൻ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു എനർജിയാണ്. ഒട്ടും ഒരു അമാന്തം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് ഫാമിലി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഒരുപാടൊരു മിസ്സിങ്, അല്ലെങ്കിൽ വലിയൊരു സംഭവമാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ഇവരിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസാണ് ഇപ്പോൾ നമ്മൾ ഫീലിംഗ് എടുത്തപ്പോൾ കയറി വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തെങ്ങും ഇത്രയും ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലി ഇത്രയും കണക്റ്റ് ആയിട്ട് നിൽക്കുന്ന കാർഡ്സ് ഒന്നും വീണിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് കറൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെ ഈ പറഞ്ഞ എനർജീസ് കണ്ടുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് ഫീലിംഗ് എടുത്ത് നോക്കാമെന്ന് ഓർത്തത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവർക്കിപ്പോൾ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തന്നെയാണെന്നുള്ളത് വീണ്ടും നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഒരു എനർജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എത്രയും വേഗം വരാനായിട്ട്, അല്ലെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന എനർജീസും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും കണക്ഷൻ വരാൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് മെസ്സേജ് ലഭിക്കാനൊക്കെ നിങ്ങൾക്ക് വളരെയധികം ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സൈൻസ് എന്ന് പറയുന്നത് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ് തന്നെയാണ്. പിന്നെ അത്ര സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജീസ്, അതുപോലെ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഒക്കെ കയറി വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമ്പർ 5, നമ്പർ 6, നമ്പർ 11, നമ്പർ 12, നമ്പർ 8 ആൻഡ് നമ്പർ 16. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺസിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് തന്നെയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ലൈഫിൽ ചില പാഠങ്ങളൊക്കെ പഠിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് എത്രയും വേഗം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കട്ടെ. അപ്പോൾ നിങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.